الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ അവനെ അല്ലാഹു പടച്ചതിന്റെ ലക്ഷ്യം അവൻ മറന്ന് ജീവിക്കുന്നതിനെ കൃത്യമായി താക്കീത് ചെയ്യുന്നൊരു സൂറത്താണ് സൂറത്തു തക്കാസുർ. ഈ പറയുന്ന ഞാനും നിങ്ങളും നമ്മളുടെ മനസ്സുകളോട് സംവദിക്കേണ്ടുന്ന ഹൃദ്യമായ ആയത്തുകൾ. അതിന്റെ തുടക്കത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്നാണ്. ശരിക്കും അൽഹ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ തിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ്, ശ്രദ്ധ തെറ്റിച്ചിരിക്കുന്നു എന്നാണ്. നമ്മളുടെ മുഴുവൻ ശ്രദ്ധകളും തിരിച്ചുവിട്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണ്? അത്തക്കാസുർ, പെരുമ നടിക്കുന്നതിലേക്ക് നമ്മുടെ മനസ്സ് മുഴുവൻ ശ്രദ്ധ വിട്ടുപോയി. ഇത് വിശുദ്ധ ഖുർആൻ വീണ്ടും ഇതിനെ ആവർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അള്ളാഹു ഏത് കാര്യത്തിനാണ് നമ്മളെ ദുനിയാവിലേക്ക് അയച്ചത് എന്ന ലക്ഷ്യം നമ്മളെല്ലാവരും മറന്നുപോയി. നമ്മുടെ മക്കളെ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് നമ്മൾ പറഞ്ഞയച്ചാൽ അവർ അവിടെ പഠിക്കുന്നതിന് പകരം മറ്റു പല അവരുടേതായ തിരക്കുകളിലേക്ക് പോയാൽ നമ്മൾ പറയും ആ മക്കൾ ലക്ഷ്യം തെറ്റിയിട്ടുണ്ടെന്ന് പറയും. ഒരു കമ്പനിയിൽ നിന്ന് അതിൻ്റെ ഉദ്യോഗസ്ഥൻ ഒരു ഓഫീസറെ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞേച്ച് അയാൾക്ക് തോന്നിയ പോലെ അയാൾ നടന്നാൽ ആ മനുഷ്യന്റെ ലക്ഷ്യം തെറ്റിയുള്ള സഞ്ചാരമാണ്. അല്ലാഹു തആല നമ്മളെ ദുനിയാവിലേക്ക് പറഞ്ഞുവിടാൻ ഒരു കാരണം സൂറത്ത് ദാരിയാത്തിന്റെ അവസാനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ്. സാധാരണ നമ്മൾ ആയത്ത് വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാണ് നിർത്തല്. ഖുർആനിന്റെ ഹർക്കത്ത് നോക്കിയാൽ ഇല്ലാ ലിയഅ്ബുദൂനി കസ്റാൻ, എന്നെ മാത്രം ആരാധിക്കാനാണ് മനുഷ്യരെയും ജിന്നുവർഗത്തെയും ഞാൻ പടച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നൊരു ഉപജീവനവും അല്ലാഹു തആല ആവശ്യപ്പെടുന്നില്ല. നമ്മളിൽ നിന്നൊരു പ്രത്യുപകാരവും അല്ലാഹു തആല ആവശ്യപ്പെടുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കാണ് റിസ്ക് നൽകുന്നത് എന്ന് അല്ലാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തി തരാൻ. അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ ആരാധിക്കുന്നതിൽ നിന്ന്, ആ റബ്ബിനെ വഴിപ്പെടുന്നതിൽ നിന്ന് മനുഷ്യൻ അശ്രദ്ധമായി പോകാനുള്ള കാരണം അത്തക്കാസുർ, അവന്റെ പെരുമ നടിക്കലാണ്. ഏതൊക്കെ വിഷയത്തിലാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി നമ്മളോട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ ഓർമ്മയെ തൊട്ട്, അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സമ്പത്തുകളോ നിങ്ങളെ അശ്രദ്ധമാക്കാൻ പാടില്ല വിശ്വാസികളെ എന്ന് അല്ലാഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മളൊരു കിടമത്സരത്തിന്റെ ലോകത്താണ്. അയൽവാസിയെക്കാളും മനോഹരമായ വീട് നമുക്ക് വെക്കണം, അവരെക്കാളും മനോഹരമായ വാഹനം എനിക്ക് വേണം, എല്ലാം കൊണ്ടും അതിന്റെ മേലെ പെരുമ നടിക്കാൻ വേണ്ടി മത്സരിക്കുന്ന, ആരോഗ്യത്തിന്റെ കാര്യത്തിലെ, പ്രതാപത്തിന്റെ കാര്യത്തിലെ, സമ്പത്തിന്റെ കാര്യത്തിലെ, മക്കളുടെ കാര്യത്തിലെ, തറവാടിത്വത്തിന്റെ കാര്യത്തിൽ പെരുമ നടിക്കുന്നവരായിട്ട് മനുഷ്യരെ മാറിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവിടെയാണ് അല്ലാഹു തആല മക്കളുടെ വിഷയത്തിലും വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഹദീദിലെ
20-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം എന്താണെന്നറിയോ? ഇഅ്ലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബും വലഹ്വും വസീനാ. കളിയാണ്, വിനോദമാണ്, ആഡംബരമാണ്. വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. പരസ്പരം ഫഖർ നടിക്കുന്നവരാണ്, അഹങ്കാരം നടിക്കുന്നവരാണ്. മക്കളുടെ കാര്യത്തിലും സമ്പത്തിന്റെ കാര്യത്തിലും പെരുമ നടിക്കുന്നവരായി നിങ്ങളുടെ ദുനിയാവ് മാറിയെന്നാണ്. നമ്മളിങ്ങനെ പറയില്ലേ, മനുഷ്യന്റെ ഏറ്റവും വലിയ അവസ്ഥ എന്താണെന്നറിയോ? റോഡിനൂടെ നടന്നു പോകുമ്പോൾ പറയും, ഇതൊക്കെ ഞങ്ങളുടേതാണ്. ഒരു അഹങ്കാരത്തിന്റെ ഭാഷ ഉപയോഗിക്കും. ഒന്നില്ലാത്തവര് പോലും എന്താ പറയാൻ, ഞങ്ങളുടെ പൂർവികരുടെ കാലത്ത് ഇതൊക്കെ ഞങ്ങളുടെയിരുന്നു. അത്രമേൽ അതിന്റെ മേലെ അഹങ്കാരം പറയാൻ മനുഷ്യന് ധൃതിയാണ്, തിരക്കാണ്. അല്ലാഹു പറയാൻ, അതിനു വേണ്ടി ഓടിയ ഓട്ടം അള്ളാഹുവിനോടുള്ള ആരാധനയിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധമാക്കിയിരിക്കുന്നു, ശ്രദ്ധ തെറ്റിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഏതുവരെയാണ് ഈ പെരുമനടിക്കലുകൾ കടന്നു പോകുന്നത്? എവിടെയാണ്? അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയാണ്, ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങളുടെ ഖബറുകളെ നിങ്ങൾ കണ്ടെത്തുന്നത് വരെയാണ്, നിങ്ങളുടെ ഖബർസ്ഥാനുകളെ നിങ്ങൾ കണ്ടെത്തുന്നത് വരെയാണ്. അതുവരെ മനുഷ്യൻ ഇങ്ങനെ പ്രൗഢി നടിച്ചുകൊണ്ടേയിരിക്കുന്ന, അവന്റെ മരണം അവനിലേക്ക് കടന്നു വരുന്നത് വരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്തിരി പോന്ന ദുനിയാവിലെ കുറഞ്ഞ ആയുസിന്റെ സമയം അല്ലാഹു തആല സൂറത്ത് ഹദീദിൽ ഈ വിഷയം പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അതേ ആയത്തിൽ അല്ലാഹു കണ്ടിന്യൂ ചെയ്യുക, കമസലി ഉയ്ഫിൻ അജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ സുമ്മ യകൂനു ഹുതാമ. പുതുമഴയത്ത് മുളച്ചു പൊങ്ങുന്നൊരു സസ്യം പോലെ മാത്രമാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ, ആ സസ്യം ഇങ്ങനെ വളർന്നു വന്ന് അതിനൊരു മഞ്ഞ നിറം ബാധിക്കുമ്പോ ഒരു കാറ്റ് വന്നടിച്ചു വീശുന്നതോടുകൂടെ ആ സസ്യമങ്ങ് പരിപൂർണമായി നുരുമ്പിപ്പോകുന്നത് പോലെ നിങ്ങളുടെ ആയുസ്സും ഇല്ലാതായി തീരുന്ന സാഹചര്യമാണ്. അത്രയുള്ളൂ. ആ സസ്യം വളർന്നു വരുന്നത് പോലെ മനുഷ്യനും ഇങ്ങനെ വളർന്നു വന്നു. ആ സസ്യത്തിന് ഒരു മഞ്ഞ നിറം ബാധിക്കുന്നത് പോലെ മനുഷ്യനും ഒരു വാർദ്ധക്യം കടന്നു വന്നു. ഒരു കാറ്റടിച്ചു വീശിയപ്പോ ആ മഞ്ഞ കളറിലുള്ള നുരുമ്പിയ സസ്യം ആ കാറ്റോടുകൂടെ പഴുതില്ലാതായി പോയിട്ടുണ്ടെങ്കിൽ, ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത് അല്ലദീ വക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. സൂറത്തുൽ സജദ 11-ാമത്തെ ആയത്താണ്. നിങ്ങളുടെ റൂഹ് പിടിക്കാനായി ഏൽപ്പിക്കപ്പെട്ടതായ മലക്ക് ആ സമയത്തിലൂടെ നിങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകുന്നതോടുകൂടെ നിങ്ങളും അവിടെ അവസാനിച്ചു പോയി എന്നാണ്. ആ ഇത്തിരി പോന്ന ജീവിതത്തിനാണ് കടമത്സരങ്ങൾ നിങ്ങൾ നടത്തിയത്, ശ്രദ്ധ വിട്ടുമാറിയത്. ഏതുവരെ? നിങ്ങളുടെ ഖബറുകൾ വരെ നിങ്ങളോടുമെന്നാണ്. അവിടെ നിന്നങ്ങോട്ട് ആർക്കും ഒന്നും കൊണ്ടുപോകാനില്ല. അവിടെ മാത്രമാണ്, അതുവരെ മാത്രമാണ് ഈ മത്സര ഓട്ടങ്ങള്. പ്രിയമുള്ളവരെ, 3 കഫം പുടവയല്ലാതെ അഡീഷണൽ ഒരു സോക്സ് പോലും ഖബറിലേക്ക് കൊണ്ടുപോകാനില്ല എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ബാപ്പാക്ക് തണുപ്പ് തീരെ പറ്റൂല, അതുകൊണ്ടൊന്നും കിടന്നുറങ്ങുമ്പോ കാലിന്റെ മേലൊരു സോക്സ് ധരിക്കണമെന്ന് പറഞ്ഞാൽ ആ സോക്സിനെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമാവാത്തൊരിടമാണ്. ഒരു തലയണ വെച്ചാലല്ലാതെ കിടന്നുറങ്ങാൻ സാധ്യമാവാത്ത ഏതൊരു മനുഷ്യനും, പ്രിയമുള്ളവരെ, കഫം പുടവയുടെ കവിളിന്റെ ഭാഗത്ത് നിന്ന് പുടവ മാറ്റി ആ കബറിൽ ഒരൽപ്പം മണ്ണ് തല ഒടിഞ്ഞു കിടക്കാതിരിക്കാൻ കവിളിന്റെ ഭാഗത്തേക്ക് ചേർത്തിട്ടു എന്നല്ലാതെ ഒരൊറ്റ പിലോ പോലും, ഒരൊറ്റ തലയിണ പോലും അവരുടെ ഖബറിലേക്ക് ആരും കൊടുത്തിട്ടില്ല, ആരും അതിനെ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് പൂർവികരായ പണ്ഡിത സൂരികൾ മദീനയുടെ ബക്കയന്റെ ഖബർസ്ഥാനിൽ ആ ഖബറാളികളോട് അവർ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, അല്ലയോ സമ്പന്നരെ, നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ഓഹരി വെക്കപ്പെട്ടിരിക്കുന്നു. അല്ലയോ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ മറ്റുള്ളവരെ വിവാഹം കഴിച്ചിരിക്കുന്നു. അല്ലയോ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ മറ്റുള്ളവരെ വിവാഹം കഴിച്ചിരിക്കുന്നു. എന്നിട്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്ന് അവിടെയുള്ള ആളുകളോട് പറഞ്ഞൊരു വാക്കുണ്ട്. അവർക്കെന്നാനും സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ വിളിച്ചു പറയുന്ന സത്യം എന്താണെന്നറിയോ? ഞങ്ങൾ നേടിയെടുത്ത ആരാധനകളും ആർജിച്ചെടുത്ത തഖ്വയുമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നവർ അവിടെ കിടന്ന് വിളിച്ചു പറയുമായിരുന്നു എന്ന് സങ്കല്പിക്കാൻ പറ്റോ? അതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ അത് അനന്തരമായി ഓഹരി വെക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അവന്റെ കൂടെ കിടപ്പറ പങ്കിട്ട് അവന്റെ ഇണകൾ മറ്റുള്ളവരെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. അത്രയുള്ള പ്രിയമുള്ളവരെ, ദുനിയാവെന്ന് പറഞ്ഞാൽ
മറ്റൊരു വാചകത്തിൽ കാണുന്നത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹൽ മഖാബിർ, അല്ലയോ ഖബർസ്ഥാൻ, കം ഫീക മിൻ ഖരീബ്, എന്റെ എത്ര അടുത്ത ബന്ധുക്കൾ നിന്നിലുണ്ട്, വകം ഫീക മിൻ ഹബീബ്, എന്റെ എത്ര പ്രിയപ്പെട്ട ആളുകൾ നിന്നിലുണ്ട്, അയ്യത്തുഹൽ മൗത്ത്, അല്ലയോ മരണമേ, മാദാ ഫഅൽത്, അവരെ നീ എന്താണ് ചെയ്തു പോയത്, അഖൽതുൽ ഐനൈൻ, അവരുടെ കണ്ണുകളെ ഞാൻ തിന്നുപോയി, അഖൽതുൽ ഖദ്ദൈൻ, അവരുടെ കവിൾത്തടങ്ങളെ ഞാൻ തിന്നുപോയി. പ്രിയമുള്ളവരെ, ദുനിയാവിലൂടെ പെരുമ നടിച്ച് കൊണ്ടു നടന്നത് ഒന്നുമില്ല. അതേതുവരെയാണ്? അത് ഖബർസ്ഥാന വരെയാണ്. ഖബർസ്ഥാന വരെയാണ്. നാം ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ നമ്മളെ മൈൻഡ് ചെയ്യാത്ത ഒരു ദിവസമുണ്ട്. ഉപയോഗിക്കുന്ന ഡ്രസ്സുകളും ബെഡ്റൂമുകളും നമ്മളെ മൈൻഡ് ചെയ്യാത്ത ഒരു നിമിഷങ്ങളുണ്ട്. കൂടെ കാണുമ്പോ ചേർത്ത് പിടിച്ച് അടക്കം പറഞ്ഞിരുന്ന സുഹൃത്തുക്കള് വീടിന്റെ പുറക്കെ കണ്ണീര് പൊഴിച്ചിരുന്ന നിമിഷങ്ങളുണ്ട്. പ്രിയപ്പെട്ട ഉമ്മാന്റെ തട്ടും കണ്ണുനീരാൽ കുതിർന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അവരാരും നമ്മളോട് സംസാരിക്കുന്നില്ല. ഒറ്റപ്പെടുന്ന ആ സാഹചര്യങ്ങളില് എന്തൊന്നു നേടിയോ അത് മുഴുവനും ഇവിടെ ഇട്ടേച്ചുകൊണ്ടാണ് ലോകത്തോട് മനുഷ്യന് വിട പറയുന്നത് എന്നുള്ളതാണ്. 6 അടി മണ്ണാകുന്ന ഖബർസ്ഥാനിൽ അവൻ ചെന്നെത്തുന്നത് വരെ മാത്രമാണ് അവന്റെ ഈ കിടമത്സരങ്ങള്, ശ്രദ്ധമറിഞ്ഞുള്ള ഓട്ടങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, കല്ല, വേണ്ടട്ടോ, സൗഫ തഅലമൂൻ, പിറകെ നിങ്ങൾ അറിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് വല്ലാത്തൊരു വാക്കാണ്. ഇത് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്ത് ഇങ്ങനെ ഓതാൻ അബ്ദുല്ലാഹ് ഇബ്നു ഷഖീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം. അദ്ദേഹം പറയാണ്, അതീതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഇങ്ങനെ കടന്നു വന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഈ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യാൻ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, യഖൂലു ഇബ്നു ആദമ, ആദം സന്തതികൾ ഇങ്ങനെ പറയുന്നുണ്ട്, മാലീഹി മാലീഹി, എന്റെ പണം, എന്റെ സമ്പത്തെന്ന് ആദം മക്കൾ ഇങ്ങനെ പറഞ്ഞുകൊള്ളുകയാണ്. വഹല്ലക യബ്ന ആദമ, ആദം മനുഷ്യ, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അകൽത ഫഅഫനീത, നീ തിന്നുകൊണ്ട് നശിപ്പിച്ചതല്ലാതെ എന്താണ് നിന്റെ കയ്യിലുള്ളത്? ഔ ലബിസ്ത, അതല്ലെങ്കിൽ നീ ധരിച്ചതാണ്, അതിന്റെ മേലെ നുരുമ്പിപ്പോയതാണ്, അതല്ലാതെ എന്ത് സമ്പത്താണ് നിന്റെ കയ്യിലുള്ളത്? തിന്ന് നശിപ്പിച്ചു, നമ്മൾ ധരിച്ചു തീർച്ചു. മൂന്നാമത്തെ പോയത് റസൂൽ പറഞ്ഞു, വതസദ്ദഖത ഫഅംളൈത്, നീ സദഖ ചെയ്ത് ബാക്കിയാക്കിയതും. അത് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, അതല്ലെങ്കിൽ നീ ബാക്കി വെച്ച് നിന്നെ അനന്തരം എടുത്തതല്ലാതെ നിന്റെ കയ്യിൽ എന്താണ്? ഒന്നുമില്ല പ്രിയമുള്ളവരെ, ഒന്നുമില്ലാതെയാണ്. യത്ബഉൽ മയ്യിത്ത് സലാസ്, വീടിന്റെ എല്ലാ പ്രൗഢികളിൽ നിന്നും മാറി വീടിന്റെ സിറ്റൗട്ടിൽ നിന്ന് പുരുഷന്മാരെ ജനാദ ചുമലിലേക്ക് എടുത്തു വെക്കുമ്പോ അവന്റെ ഖബറിലേക്കുള്ള യാത്രയില് അള്ളാന്റെ ഹബീബ് പറയാൻ, യത്ബഉൽ മയ്യിത്ത് സലാസ്, ആ മയ്യത്തിന് 3 കാര്യങ്ങൾ അനുഗമിച്ചുകൊണ്ടേയിരിക്കാൻ. രണ്ടെണ്ണം മടങ്ങിപ്പോരുമ്പോ ഒന്ന് മാത്രം അവിടെ ബാക്കിയാവുകയാണ്. ഖബറിൽ ഒന്നേ ബാക്കിയുള്ളൂ. അവന്റെ കുടുംബം ഇങ്ങ് മടങ്ങിപ്പോരാണ്. നോക്കണേ, ആ ഖബർ വരെ അവനെ സംഗമിച്ചു പോയ അവന്റെ പ്രിയപ്പെട്ട മക്കളുണ്ട്, അവന്റെ കുടുംബമുണ്ട്, അവന്റെ സഹോദരന്മാരുണ്ട്. ആ ഖബർസ്ഥാനിൽ മയ്യത്തറക്ക് വെച്ച് ഓരോ കല്ല് വെച്ച് അതിന്റെ മേലെ മണ്ണും കളച്ചു മൂടി ആ ഖബർസ്ഥാനിനോട് സലാം പറയുന്നത് വരെ അവന്റെ കുടുംബമുണ്ടായിരുന്നു. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ചെരുപ്പിന്റെ വാറടികളുടെ ശബ്ദമില്ലേ, അള്ളങ്ങനെ കേൾപ്പിച്ചു തരും ഖബറിലേക്ക്. എന്റെ അനുജന പോണ്, എന്റെ മക്കൾ പോവാണ്, എന്റെ കുടുംബക്കാർ പോവാണ്, ഞാനിവിടെ ഒറ്റക്കാണ്. അവരിവിടെ പറയുന്ന ചെരുപ്പിന്റെ വാറടികളുടെ ശബ്ദം അള്ളാഹു കേൾപ്പിച്ചു തരുമെന്നാൽ ആരുണ്ടാവില്ല കേട്ടോ ഖബറിലെ, ആരുണ്ടാവില്ല. ഇന്ന് നമ്മള് കണ്ണീരോടെ ഓർക്കണ ചില നിമിഷങ്ങളുണ്ട്. നമ്മുടെ ഈ പള്ളിക്കകത്ത് നാട്ടിൽ വരുമ്പോഴൊക്കെ ചുമക്ക് വന്നിരുന്ന ഒരു സഹോദരനുണ്ട്, വട്ടക്കുളം ഭാഗത്തുള്ള സുഹൃത്താണ്. അള്ളാഹു അദ്ദേഹത്തിന് മഅഫറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ചെറുപ്പക്കാരനാണ്. ഷാർജയിൽ നിന്ന് വിട പറഞ്ഞ് അദ്ദേഹത്തിന്റെ ജനാസ തൊട്ടടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് എത്തി വട്ടംകുളത്ത് ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറവ് ചെയ്ത് എല്ലാവരും മടങ്ങിപ്പോന്നപ്പോ
അദ്ദേഹത്തിന്റെ കുഞ്ഞുമോനെ, ചെറിയൊരു മോൻ മാത്രം ആ കബറിന്റെ അവിടെ കുറച്ചു നേരം ഇങ്ങനെ ബാക്കി നിന്നു. അന്ന് ആ കുട്ടീനെ വിളിച്ച കുട്ടി പറഞ്ഞു, ഉമ്മച്ചി പറഞ്ഞത് എല്ലാവരും പോയാലും ബാപ്പാന്റെ അടുത്ത് കുറച്ചു നേരം കൂടെ നിൽക്കണമെന്ന് ഉമ്മച്ചി പറഞ്ഞുകൊണ്ട് നിന്നതാണ്. നമ്മുടെ ഈ പള്ളിയിൽ വരണേ നമ്മുടെ ഒരു സഹോദരന് അള്ളാഹുവേ ഖബർ സ്വർഗപ്പൂന്താപ്പാക്കി കൊടുക്കണേ അല്ലാ. നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിന്റെ കൂടെ സ്വർഗത്തിൽ സംഗമിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എത്ര പ്രിയപ്പെട്ട മക്കളും എല്ലാവരും പോയാൽ ഒരല്പനേരം ഖബറിന്റെ അവിടെ ദുആ ചെയ്യും. മക്കൾ പോകും, വാപ്പ പോവും, കുടുംബം പോവും, ഒറ്റക്കാണ്. സമ്പത്ത് ആരെങ്കിലുമൊക്കെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചുപോയി. അള്ളാഹനെ മറന്ന് ജീവിച്ചവരെ ഖബർ ശൂന്യമാവരുത്. അൽഹാക്കും, നിങ്ങൾ അശ്രദ്ധമാക്കിയ പെരുമകള് അതുണ്ടാകരുത്. അതുകൊണ്ട് ഖബറിലേക്ക് പോകാനുള്ള ആരാധനകൾ ഉണ്ടാകണം, അമലുകൾ ഉണ്ടാവണം, ഇബാദത്തുകൾ ഉണ്ടാവണം. അതാണ് നിങ്ങളുടെ ഖബറില്. അവിടെ തിരിച്ചറിയാണ്. അവിടെ നിന്ന് ഖുർആൻ പറഞ്ഞ കല്ല സൗഫ തഅലമൂൻ, പിറകെ നിങ്ങൾ അറിയും. ആയത്തിന് 2 തവണ അല്ലാഹ് ആവർത്തിക്കുന്നുണ്ട്. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വേണ്ടട്ടോ പിന്നെയും നിങ്ങൾ അറിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്താ ഈ പദത്തിനെ 2 പ്രാവശ്യം അല്ലാഹു ആവർത്തിക്കാനുള്ള കാരണം എന്താണ്? അതിനെ ഈ ആയത്തിന് തഫ്സീർ എഴുതിയ ഉലമാക്കൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് അതിന്റെ ശക്തിയാണ്, അതിന്റെ ഉറപ്പാണ്. അല്ലാഹു തആല 2 തവണ ആവർത്തിക്കുന്നത് അതത്രമേൽ ശക്തമായി ഉണ്ടാകുമെന്ന സൂചനയാണെന്ന്. എന്നാൽ മറ്റു പല തഫ്സീറുകളിലൂടെ കാണാൻ സാധിക്കുന്ന 2 തഫ്സീറുകള്, ഒന്ന് മരണസമയത്ത് അവൻ അറിയും, 2 അവന്റെ ഖബറിലും അവൻ അറിയുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. മറ്റു തഫ്സീറിലൂടെ കാണാം കല്ലാ സൗഫ തഅലമൂൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഖബറിൽ അവൻ അറിയുമെന്നും, സുമ്മ കല്ലാ സൗഫ തഅലമൂൻ മഹ്ശറയുടെ വിചാരണയുടെ വേളയിലും അവൻ അറിയുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ മനസ്സിലാക്കും അവനക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് ബഖറയിലൂടെ നമ്മളോട് താക്കീത് ചെയ്ത് വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുന്ന യൗമ, ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ വരാനുണ്ട്. ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അജ്ലു വലാ ഹും യുൻസറൂൻ. ഒരാളെ കൊണ്ട് പോലും ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയാത്ത, ഒരു റെക്കമെന്റ് പോലും നടക്കാത്ത, ഒരു പ്രയോജനവും സിദ്ധിക്കാത്ത നാളുണ്ട്. ആ നാളിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ആ നാളിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നല്ലോ. അങ്ങനത്തെ ഒരു പരലോകം വരാണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ മക്കളെ കൊണ്ടുപോയിട്ട് തീയിലെറിയണത് എല്ലാ അമല് തൂക്കി നോക്കുമ്പോ പ്രവാസ ജീവിതത്തിന്റെ കയ്പും നീരും നൊമ്പരും അറിഞ്ഞത് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാനായിരുന്നു, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിരുന്നു. അവരെ ആവശ്യപ്പെട്ടൊന്ന് കൊടുക്കാൻ കഴിയാതെ വന്ന മനസ്സ് വിങ്ങിയിരുന്നു. നിനക്കറിയോ, ആഖിറത്തിൽ അള്ളാഹുവിന്റെ കോടതിയിലെ സ്വർഗനരകത്തിന്റെ തടസ്സമായി ഒരു അമലാണ് സ്വർഗത്ത് പോവാൻ തടസ്സമായി നിൽക്കുന്നതെങ്കിൽ, ബാപ്പ ഒരു അമല് തരുമോന്ന് ചോദിച്ചാൽ ആ ഒരു അമലിനെ കൊടുക്കാൻ കഴിയാത്ത നാളാണ്, ഒരു അമല് കൊടുക്കാൻ കഴിയാത്ത നാളാണ്. ബാപ്പ കരയും, ഇത് പരലോകാണ് മോനെ, ഒന്നും കൊടുക്കാൻ കഴിയില്ല, ഒന്നും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ പടിചാരുന്നൊരു ലോകമായി മാറാതെ ദുനിയാവിലെ നമ്മൾ ശ്രദ്ധിച്ച മക്കളുടെ വിഷയത്തിലെ സമ്പത്തുകള് ശേഖരിച്ചു വെച്ചത് അവിടെ ഉപകരിക്കുമോ? ഇല്ല. ഒരു നാണയച്ചുട്ട് പോലും അവിടെ ഉപയോഗപ്പെടാത്തൊരു നാള് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. നമ്മളത് തിരിച്ചറിയാൻ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ഉറപ്പായൊരറിവ് അവരൊന്നറിഞ്ഞിരുന്നെങ്കിൽ. അറിവിന്റെ മാനദണ്ഡങ്ങളെ അള്ളാഹു നിരച്ചു വെക്കാണ് ഇവിടെ. ഉറപ്പായൊരറിവ്, പരലോകത്തിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ അവരൊന്നറിഞ്ഞിരുന്നെങ്കിൽ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കില്ല, തറവുന്നൽ ജഹീം, അവർ ജഹീമിനെ കാണുക തന്നെ ചെയ്യുമെന്നാണ്. നമ്മളിതൊരു മനസ്സിലാക്കണമെന്നറിയോ? ഒരു അറിവ്, മനുഷ്യൻ സ്വമേധയാ അറിയുന്ന ഒരു അറിവുണ്ട്. അവരുടെ കണ്ണുകളെ കൊണ്ട് നേർക്കുനേരെ കാണുന്ന അറിവുകളുണ്ട്. പിന്നെ ഹക്കുൽ യഖീനാൻ, ഉറപ്പായ അറിവാൻ. അതൊന്ന് നരകമുണ്ടെന്ന അറിവാണ്. രണ്ടാമത്തെ അറിവ് ആ നരകത്തിനെ കാണുന്ന അറിവാണ്. മൂന്നാമത്തെ അറിവ് ആ നരകത്തിനെ അനുഭവിക്കേണ്ടി വരുന്ന അറിവാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹിനെ മറന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ
ലക്ഷ്യം മറന്നു ജീവിച്ചിട്ടുണ്ടെങ്കിൽ, പരസ്പരം ദുനിയാവിന്റെ പെരുമക്ക് വേണ്ടി എല്ലാം മറന്നുപോയിട്ടുണ്ടെങ്കിൽ, അവിടെയാണ് പ്രിയമുള്ളവരെ അല്ലാഹു പറയാൻ ആ ഉറപ്പായ അറിവ്, ലതറവുന്നൽ ജഹീം, ആ ജഹീമിനെ അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, ഉറപ്പായ കണ്ണുകളെ കൊണ്ടവൻ കാണുന്നതാണ്, അവന്റെ നേത്രങ്ങളെ കൊണ്ട് കാണുന്നതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലയോ, ആ നരകത്തെ എങ്ങാനും വിദൂരതയിൽ നിന്നെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഒരുപാട് വിദൂരതയിൽ നിന്നാണ് ആ നരകത്തെ നിങ്ങൾ കാണുന്നത് എങ്കിൽ, സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ, അതിന്റെ ഇരമ്പലും അട്ടഹാസവും അലർച്ചയും നിങ്ങൾ കേൾക്കുമായിരുന്നു. ഒരുപാട് വിദൂരതയിൽ നിന്ന് കാണുമ്പോ അതിന്റെ അട്ടഹാസങ്ങള്, അതിന്റെ അലർച്ചകള് നരകത്തെ കൊണ്ടുവരുന്നത് 70,000 വരുന്ന ചങ്ങലകളാണ്. ഓരോ ചങ്ങലകളിലും 70,000 വരുന്ന മലക്കുകളാണ്. ഒരു ഡിജിറ്റൽ കാൽക്കുലേറ്ററില് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, 70,000 വരുന്ന ചങ്ങലകളില് 70,000 വരുന്ന മലക്കുകൾ എന്ന് പറഞ്ഞാൽ 490 കോടിയോളം വരുന്ന മലായിക്കത്തുകളാണ് നരകത്തെ വലിച്ചുകൊണ്ടുവരുന്നത് എന്ന്. വീണ്ടും അതിന്റെ ഓരോ കണ്ണികളിലുള്ള മലായിക്കത്തിന്റെ എണ്ണം പറയുമ്പോ അല്ലാഹു അഅലം, ആകാശഭൂമികളുടെ വലിപ്പത്തിന് മേലെ നിലനിൽക്കാൻ കഴിയാവുന്ന മലായിക്കത്തുകള് അവരുടെ ചെവിയുടെ താഴെ അറ്റം മുതൽ ഷോൾഡർ വരെ 700 വർഷം ഒരു പക്ഷി സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരമാണ് ആ മലായിക്കത്തുകളുടെ ആകാരമെങ്കിൽ, അങ്ങനെയുള്ള 490 കോടിയിലധികമെന്ന് കേവലം ഒരു 2 കണക്ക് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്നുവെങ്കിൽ അതിനുമപ്പുറമാണ് അള്ളാഹുവിന്റെ മലായിക്കത്തുകളെങ്കിൽ. ആ നരകത്തിനെ വലിച്ചു കൊണ്ടുവരുമ്പോ ആ നരകത്തിനെ നിങ്ങൾ കാണും, ആ നരകത്തിനെ നിങ്ങൾ കാണും. അതാണ് ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് നിങ്ങൾ കാണുമെന്നാണ്. അതല്ലേ സൂറത്ത് ഫജ്റിലെ അതിന്റെ അവസാനത്തില് അല്ലാഹു തആല പറഞ്ഞത്, ആ നരകത്തിനെ കാണുന്ന അന്ന് മനുഷ്യർ ആ നരകത്തിനെ കാണുമ്പോ യൗമഇദി യതദക്കറുൽ ഇൻസാൻ വജീഅ യൗമഇദിൻ ബിജഹന്നം, ജഹന്നമിനെ വലിച്ചു കൊണ്ടുവരപ്പെടുകയാണ്. യൗമഇദി യതദക്കറുൽ ഇൻസാൻ, മനുഷ്യനെന്ന് വല്ലാതെ ഓർത്തു പോകുന്നുണ്ട്. ഫഅന്നാ ലഹു ദിക്റാ, ആ ഓർമ്മ കൊണ്ട് എന്താണ് കാര്യമെന്നല്ലോ. ആ സമയത്തിന് ഓർത്തിട്ട് എന്താണ് കാര്യം? യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ, എന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഞാനൊന്ന് നന്നായിരുന്നെങ്കിൽ, ഞാനൊന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ അവിടെ വെച്ച് കരുതി പോവുകയാണ്. ഓട്ടായിരുന്നില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അള്ളാന്റെ പള്ളിയിൽ ജുമുഅക്ക് വേണ്ടി നിങ്ങൾ ഓടി വരണേ, കച്ചവടം ഒഴിവാക്കണേ എന്ന് പറയുമ്പോ അവിടെയും നമ്മൾ ആലോചിച്ച് നോക്ക്. ഇതൊന്നും അലംഭാവങ്ങളുടെ കാര്യത്തിൽ എഴുതി തള്ളാനുള്ളതല്ല കേട്ടോ. ഈ പള്ളിയുടെ ഉള്ളിലേക്ക് ജുമുഅക്ക് വരുമ്പോ കമാനത്തിൽ അള്ളാന്റെ മലക്കുകൾ ഉണ്ടാകും, അവരെഴുതി വെക്കുന്നുണ്ട് ജുമുഅ. ഖതീബ് മിമ്പറിൽ കയറുമ്പോ മലക്കുകൾ ആ ഗ്രന്ഥം അടച്ചു വെക്കുമെന്നാണ്. അവർ പിന്നീട് മലായിക്കത്തുകൾ ഖുതുബയിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നന്മതിന്മ എഴുതി വെക്കുന്ന മലക്കുകളല്ല, ജുമുഅ രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം മലായിക്കത്തുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ജുമുഅന്റെ ഫളല് നമുക്ക് 30 വർഷം ജുമുഅ നിസ്കരിച്ചിട്ട് എത്ര ഉണ്ടായിട്ടുണ്ടാകും എന്ന് നമ്മൾ ആലോചിച്ചാൽ, അന്ന് പറയും, പഠിച്ചോനെ ഞാനൊന്ന് നേരത്തെ ഓടിയിരുന്നെങ്കിൽ, ഞാനൊന്ന് ചെയ്തിരുന്നെങ്കിൽ. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 5 വക്തിന്റെ നമസ്കാരങ്ങളെ കൃത്യമായൊന്ന് ജമാഅത്തിനെത്തിയിരുന്നെങ്കിൽ, ഓരോ തിന്മകളിൽ നിന്ന് വിട്ടുമാറി നിന്നിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ കലാം 3,23,000 വരുന്ന ഹർഫുകൾക്ക് ഓരോ ഹർഫിനും 10 നന്മ വെച്ച് നൽകാമെന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോ
ഞാനൊന്ന് ചെയ്തിരുന്നെങ്കിൽ, എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന തിങ്കളും വ്യാഴവുമായി ഞാനൊന്ന് നോമ്പുകാരനായിരുന്നെങ്കിൽ, എന്റെ പ്രവാചകനെ ഞാനൊന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ, രാത്രിയുടെ അന്ത്യസമയങ്ങളിൽ എന്റെ റബ്ബിന്റെ പ്രാർത്ഥനകളെ സ്വീകരിക്കാൻ എന്നിലേക്ക് കടന്നു വരുമ്പോ ഞാൻ ആ നാഥനിലേക്ക് എന്റെ കരങ്ങളൊന്ന് ഉയർത്തിയിരുന്നെങ്കിൽ. ഒരുപാട് കരച്ചിലുകളാണ് നരകത്തിനെ കാണുമ്പോ. അതുകൊണ്ട് കാര്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ വാക്കിൽ ഈ സൂറത്ത് അടിവരയിട്ടു. അല്ലാഹ് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എന്തൊക്കെ നിഅമത്ത് തന്നോ അല്ലാഹു ചോദിക്കും നമ്മളോട്. ചോദിക്കുമെന്നല്ല പറഞ്ഞത്, ലതുസ്അലുന്ന. അറബി ഭാഷയുടെ ബേസിക് അറിയുന്ന ആളുകൾക്കറിയാം. ലാമുള്ള ഫത്ത് കൊടുക്കുന്നത് ശക്തിപ്പെടുത്താനാണ്, ശദ്ദുള്ള നൂന് കൊടുക്കുന്നത് ഒന്നുകൂടെ തഅക്കീദിനാണ്, ശക്തിപ്പെടുത്താനാണ്. ലതുസ്അലുന്ന, അവർ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അനിൻ നഈം, എന്തെല്ലാം നിഅമത്ത് അല്ലാഹു നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അല്ലാഹു തന്ന സമ്പത്തിനെ, അല്ലാഹു തന്ന ആരോഗ്യത്തിനെ, അല്ലാഹു തന്ന ആയുസ്സിനെ, അല്ലാഹു തന്ന ഒഴിവ് സമയത്തിനെ, അല്ലാഹു നമുക്ക് തന്ന സാമ്പത്തികമായ കഴിവുകളെ അല്ലാഹു തആല ചോദിക്കും നമ്മളോട്. എന്താ ചെയ്തത്, എങ്ങനെയാ വിനിയോഗിച്ചത്? ചോദിക്കാതെ കടന്നു പോവില്ല. അന്ന് പടച്ചോനെ ഒന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലല്ലോ റബ്ബേ എന്ന്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ ആയുസ് മുഴുവൻ അല്ലാഹുവിന് വേണ്ടി ആരാധന ചെയ്താലും അല്ലാഹ് തന്നതിന് പകരമായിട്ട് സ്വർഗത്ത് പോവാൻ കഴിയില്ല. കാരണം അതിനും മേലെയാണ് അല്ലാഹു നമുക്ക് വേണ്ടി തന്നത്, അതിനും മേലെയാണ്. പക്ഷെ എന്നിട്ടും പടച്ചോൻ നമ്മളോട് പറഞ്ഞെന്തെന്നറിയോ? 5 നേരം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ 50 വക്തിന്റെ കൂലി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഓഫറുകളാണ്, പുണ്യങ്ങൾ ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞു. അതോടുകൂടെ അള്ളാഹുവിന്റെ കാരുണ്യം കൂടെ ചേർത്ത് നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളോട് അള്ളാഹു മാപ്പ് തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ടും അള്ളാഹിനെ വഴിപ്പെടാതെ കഴിഞ്ഞു പോകുമ്പോൾ ഇനിയും ആദ്യ ആയത്തിലേക്കൊന്ന് മടങ്ങ്. അൽഹാക്കുമുത് തകാസുർ, പെരുമ നടിക്കലാണ് നമ്മൾ അശ്രദ്ധമാക്കിയത്. അല്ല എന്തിന് പറഞ്ഞു വെച്ചു? ആ ലക്ഷ്യം നമ്മൾ മറന്നു. ദുനിയാവിൽ എന്തിന് ജീവിക്കുന്നു? ആ ലക്ഷ്യം നമ്മൾ മറന്നു. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഫഖർ നടിക്കാൻ, പൊങ്ങച്ച നടിക്കാൻ, പെരുമ നടിക്കാനായി ദുനിയാവിനെ കാണുന്നുവെങ്കിൽ തിരുത്താൻ ഈ സൂറത്ത് നമുക്കൊരു പാഠമാവണം. ഓരോ തവണയും ഇത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഖബറിനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത്, നരകത്തെ ഓർത്ത് അവിടെ പരാജയമുണ്ടാവാതിരിക്കാൻ ദുനിയാവ് സജ്ജമാകേണ്ടുന്നതിൻ്റെ ആവശ്യകത മനസ്സിലൂടെ കടന്നു വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. ما بعد، اتقوا الله يا عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇതുവരെ നാം പറഞ്ഞു വന്ന വിഷയം നമ്മളുടെ ദുനിയാവിൻ്റെ വിഷയത്തിൽ, ആരോഗ്യത്തിലും തറവാട്ട് മഹിമയിലും സമ്പത്തിലും മക്കളുടെ കാര്യത്തിലൊക്കെ പെരുമ നടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണ്. ഇതൊക്കെ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയും. അതെവിടെയാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഇദാ മാത്തൽ മുസ്ലിം ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങളല്ലാതെ ബാക്കിയെല്ലാം അവിടെ മുറിഞ്ഞു പോകുന്നതാണ്. ഇത് ജീവിതത്തിൽ നമുക്ക് കുത്തിവെക്കാം. മരണം വരെ നിസ്കരിക്കാൻ തൗഫീഖുള്ളൂ, മരണം വരെ നോമ്പെടുക്കാൻ പറ്റുള്ളൂ, ഏത് പുണ്യകർമ്മങ്ങളും മരണം വരെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മരിച്ചിട്ടും ഇനി ഖബറിലേക്ക് പുണ്യം വേണോ? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 പോയിന്റിൽ ഒന്ന് വലദുൻ സ്വാലിഹുൻ യദ്ഉ ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ. ആ മക്കളെ സ്വാലിഹീങ്ങളായി നമ്മൾ വളർത്തിയാൽ, സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നുണ്ട്, വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അവർ ചെയ്തതും അവരുടെ അസറുകളും അള്ളാഹു അവർക്ക് വേണ്ടി രേഖപ്പെടുത്തുന്നതാണ്. നമ്മൾ ചെയ്ത അമലും ആ മക്കളെ സാലിഹ്യങ്ങളായി വളർത്തിയതാരാണ്? മാതാപിതാക്കളാണ്. അതുകൊണ്ട് മക്കൾ ദുആ ചെയ്യുമ്പോൾ
ആ ദുആഇന്റെ കൂലി അള്ളാഹു മാതാപിതാക്കളുടെ കബറിലേക്ക് കൊടുക്കുന്ന. ദുആ സ്വീകരിക്കാൻ ആര് പ്രാർത്ഥിച്ചാലും ഒരുപക്ഷെ ദുആ കബൂൽ ചെയ്തേക്കാം. പക്ഷെ പ്രാർത്ഥന എന്ന ഇബാദത്തിന്റെ കൂലി അള്ളാഹു മാതാപിതാക്കളുടെ കബറിലേക്ക് കൊടുക്കാൻ. അതുകൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളാവണം. ഇന്നത്തെ വഴിതെറ്റുന്ന കാലഘട്ടങ്ങളിൽ മക്കളെ ചോർത്ത് പിടിക്കാൻ, അവർക്ക് ദീന് കൊടുക്കാൻ, അവർക്ക് ഇൽമ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നല്ല പേര് കൊടുക്കാൻ, അവർക്ക് നല്ല അതവോടുകൂടെ അവരെ വളർത്താൻ, അവർക്ക് അള്ളാന്റെ കിതാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് വലിയൊരു മുതൽ കൂട്ടാൻ നമ്മൾ കാലത്തിനനുസരിച്ച് എല്ലാ മാറ്റങ്ങളും, ഡെയിലി കുട്ടികൾക്ക് മതം പഠിക്കാനുള്ള മദ്രസ സൗകര്യം നമ്മുടെ പള്ളിയിലുണ്ട്. തൊട്ടപ്പുറത്ത് ആലങ്കോട് സൗകര്യങ്ങളുണ്ട്, ഇപ്പുറത്ത് കോലളമ്പിൽ സൗകര്യങ്ങളുണ്ട്. എല്ലാ ഭാഗത്തും നമ്മളത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഡെയിലി സ്കൂളുകളുള്ള വരാൻ കഴിയാത്ത കുട്ടികൾക്ക് അതൊരു ഭാരമാകാതിരിക്കാൻ വീക്കെൻഡുകളുടെ അവധികളെ ക്രമീകരിച്ച്, അവേഴ്സുകളെ ക്രമീകരിച്ച് മതപഠനങ്ങളുണ്ട്. മദ്രസ പഠനം നിർത്തിയ മക്കൾക്ക് ദീന് കയ്യെന്ന് വിട്ടു പോകാനില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരെ ചേർത്തിരുത്താൻ കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നൊരു പേരിട്ട്, CRE എന്ന പേരിട്ട് മതപഠനങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിക്കൊന്നും നമ്മൾ മക്കളെ തിരിച്ചുവിടാതെ അവസാനം മാറത്തടിച്ച് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. കൊടുക്കേണ്ട പ്രായത്തിൽ ഏത് രീതിയിലാണോ ദീന് കൊടുക്കാൻ കഴിയുന്നത് ആ ദീൻ അവർക്ക് വേണ്ടി കൊടുക്കണം. അത് ഖബറിലുണ്ടാവും. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാഫിയായ ഇൽമാണ്. നമ്മൾ സ്വായത്തമാക്കുന്ന അറിവ് അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ജാരിയായ സ്വതക്കയ. സമ്പത്ത് കൊണ്ട് പെരുമതടിക്കുമ്പോൾ ആ സമ്പത്തിൽ എന്താണോ ചെലവാക്കിയത് അത് നമുക്ക് ബാക്കിയില്ലേ? അത് ജാരിയായ സ്വതക്കയാണ്. ദുനിയാവിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അതൊരു പള്ളിയിൽ മാത്രമല്ല, പള്ളിയാണോ അവിടെ സുജൂദ് ചെയ്യുമ്പോൾ ഖബറിലേക്ക് പുണ്യം കിട്ടും. അതൊരു മദ്രസയാണോ അവിടെ ആളുകൾ മതം പഠിക്കുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് പുണ്യം ഒഴുകും. അതൊരു കിണറാണോ ആളുകൾ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ഖബറിലേക്ക്, ഒരു സാധുക്കൾക്ക് വീട് വെച്ച് കൊടുത്തതാണോ അവരവിടെ താമസിക്കുന്നിടത്തോളം കാലം നമ്മളുടെ ഖബറിലേക്ക് പുണ്യമുണ്ടാകും. അതുകൊണ്ട് അതിനെ ഉപകരിക്കുന്ന രൂപത്തിൽ പെരുമ നടിക്കുന്നതിന് പകരം വിനയാന്വിതരായി മാറി അതിനെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ആളുകളായിട്ട് മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹുവേ ഒരുമിച്ച് ചേർക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയിൽ ഒരു സാമ്പത്തികമായ ഒരു കളക്ഷൻ നമ്മുടെ മദ്രസ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ എടുക്കുന്നുണ്ട്. ഏകദേശം വീടുകളൊന്നുമില്ലാത്ത ചെറിയ ചെറിയ ശമ്പളത്തിലൂടെ ജോലി ചെയ്യുന്ന നമ്മൾ അധ്യാപകർക്ക് വേണ്ടി നമുക്ക് 10-14ഓളം വീടുകൾ വെച്ചു കൊടുക്കാൻ സാധ്യമായിട്ടുണ്ട്. 23ഓളം വീടുകൾ അൽഹംദുലില്ലാഹ് അതിൻ്റെ പ്രവർത്തനത്തിലാണ്, വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഗങ്ങൾക്ക് ചികിത്സകളായിട്ട്, ഡയാലിസിസിനായിട്ടും മറ്റു അങ്ങനെ രോഗം അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ധനസഹായങ്ങളായിട്ടും പല രൂപത്തിൽ നടക്കുന്നുണ്ട്. അത് ഒരു അധ്യാപക ക്ഷേമനിധി എന്നുള്ള രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മൾ അതിനു വേണ്ടി പണം സ്വരൂപിക്കുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അതൊരു മെമ്പറിൽ വെച്ച് പറയാനുള്ള കാരണം, പലരും ദീനിനോടുള്ള മഹബത്ത് കൊണ്ടാണ് ഈ മക്കളെ പഠിപ്പിച്ചും ആ ഫീൽഡിലൊക്കെ നിലനിൽക്കുന്നത്. അത്തരം ആളുകൾക്കൊന്ന് കൈകൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ സ്വർഗ്ഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ മഅഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ രോഗത്തിന്റെ തീക്ഷ്ണമായ പ്രയാസങ്ങളിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലാ. ഈ പള്ളിക്കകത്ത് തന്നെ എണ്ണാൻ കഴിയാത്തത്ര ആളുകൾ, പലരും രോഗത്തിന്റെ പ്രയാസങ്ങളിൽ വസിയത്ത് ചെയ്തവരും രോഗം കൊണ്ട് പള്ളിയിൽ വന്നിരിക്കുന്നവരുമൊക്കെ ഉണ്ട്. റബ്ബേ അല്ലാഹുവേ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.